അങ്കോളയിലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റഡാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധന തുടരുകയാണ്. അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് കാർവാറിലെ കോൺഗ്രസ് എംഎൽഎ സതീഷ് കെ ഷൈൽ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ആരുടെയും സ്വാധീനം കാരണമല്ലെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. മണ്ണിനടിയിൽ മലയാളി ജീവനായതുകൊണ്ടാണ് കേരളം ഒന്നിച്ച് രംഗത്ത് വരുന്നതെന്നും മനാഫ് പറഞ്ഞു. അതേസമയം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉദാസീനത ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യായീകരിച്ചു. വാഹനം കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമായി തുടരുമെന്ന് ജില്ലാ ഭരണകൂടവും പ്രതികരിച്ചിട്ടുണ്ട്. ഉത്തര കന്നഡയിലെ അങ്കോളയ്ക്കടുത്ത് മണ്ണിടിഞ്ഞ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 5ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ഥലത്ത് തുടരുന്ന മഴ രാവിലെ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മംഗലാപുരത്ത് നിന്നും GPS സംവിധാനമുള്ള റഡാർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ലോറി കണ്ടെത്തിയെന്ന് ആദ്യം വിവരം ലഭിച്ചുവെങ്കിലും ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് കാർവാർ MLAയും കോൺഗ്രസ് നേതാവുമായ സതീഷ് സെയിൽ പ്രതികരിച്ചു. SOP ಪ್ರಕಾರ ಕ್ಲೀನರ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ ಅಂತ ಹೇಳ್ಕೊಂಡು SOP ನೋಡಿದರೆ ಅಲ್ಲಿ ಎಕ್ಸ್ಪರ್ಟಿಗೆ ಕೇಳಿದ ಅವ್ರು ಹೇಳಿದ ನಿಮಿಷಕ್ಕೆ 3 kg ಅಂತ ಹೇಳಿದ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നത് ആരുടെയും സ്വാധീനം കൊണ്ടാണെന്ന് കരുതുന്നില്ലെന്ന് ലോറി ഉടമ മനാഫ് പ്രതികരിച്ചു. എന്താ പറയാ, മുഖ്യമന്ത്രി വിളിക്കുന്നു, മന്ത്രിമാര് വിളിക്കുന്നു, പ്രതിപക്ഷ നേതാക്കന്മാര് വിളിക്കുന്നു. ഇതെന്താ ഇത്ര ഇങ്ങനെ ഇവരതിൽ ഇതൊന്നും ഇവർ കണ്ടിട്ട് പോലും ഇല്ല. ഇത് ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്ര മാത്രം വിളികൾ വരുന്നത്. അതിന്റെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ്. അതാ പ്രശ്നം. അത് പ്രത്യേകിച്ച് മലയാളി ആയതുകൊണ്ട് ആണ് ഇത് കേരളം മൊത്തം ഉണർന്നത്. രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ വീണ്ടും ഊർജിതമായി തുടരുന്നുവെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. There are 10, as we've previously told, 10 missing complaints we received, out of which 7 bodies we have got. Remaining 3 bodies are still missing. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യായീകരിച്ചു. രക്ഷാപ്രവർത്തനത്തിലെ തുടക്കത്തിൽ ഏകോപനമില്ലായ്മ ഉണ്ടായിരുന്നുവെന്ന് സ്ഥലത്തെ MLA തന്നെ സമ്മതിച്ചപ്പോഴാണ് വി ഡി സതീശന്റെ ഈ പ്രതികരണം. പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ്. പ്രദേശത്ത് മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ വേഗത്തിലാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. 4 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അർജുനെ കണ്ടെത്താനാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകരും ബന്ധുക്കളും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.